അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലയശ്രിബന്ന ഉമ്മതി അൽ ഖമറാ. തീർച്ചയായും ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, അന്ന് എന്റെ സമൂഹം, എന്റെ സമുദായം കള്ളു കുടിക്കുന്നവരാണ് സഹാബ. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അന്നവർ മദ്യത്തിന് മദ്യമെന്ന് പേര് പറയുകയില്ല, മറ്റേതെങ്കിലും പേര് മാറ്റിയിട്ടവർ വിളിക്കുമത്രേ. എന്നിട്ട് പറയും, ഉസ്താദേ ഇത് കള്ളല്ല, നല്ല സ്വയംഭൻ സാധനമാണ്, കുടിച്ചു നോക്കൂ, കുടിച്ചു നോക്കൂ. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അതിന്റെ യഥാർത്ഥമാകുന്ന പേര് അവർ മാറ്റുകയാണ്. സാധനം ഒന്നാണെങ്കിലും പേര് മാറ്റി വിളിച്ചിട്ട് അവർ കുടിക്കുകയാണ്. വേറെ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, ഐറ്റത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. മുമ്പ് കഞ്ചാവ് ബ്രാൻഡി എന്നൊക്കെ പറഞ്ഞത് മാറ്റി, അത് മാറ്റിയിട്ട് വേറെ സാധനം ഇടുക. മണിച്ചം വാട്ടറിന് വ്യത്യസ്ത പേരിട്ടിട്ട് കുടിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പെണ്ണുങ്ങളുടെ ഇടയിൽ ഒഴിഞ്ഞ കസേരയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്യണം. ശ്രദ്ധിക്കണേ, അവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉണർത്തുന്നത്. സ്ത്രീകൾക്കിടയിൽ നിങ്ങൾ ആ ഒഴിഞ്ഞ കസേരകൾ, വാളണ്ടിയേഴ്സ്, അവിടെയുള്ള വാളണ്ടിയേഴ്സിൽ ശ്രദ്ധിക്കുക, ഇടയിൽ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ സാധിക്കുമെങ്കിൽ ആ കസേര എടുത്തിട്ട് ബാക്കിയുള്ളവർ കൂടി ഒന്ന് സൗകര്യം ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയും. എല്ലാവർക്കും ഒരു ക്ഷീണം പോലെ, ക്ഷീണമുണ്ടോ? ആചാര്യക്ക് ക്ഷീണമുണ്ടോ? അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. ഇടയ്ക്കിങ്ങനെ നല്ല മീനിന്റെ വണ്ടി പോകുന്നുള്ളതുകൊണ്ട് ചിലരിങ്ങനെ മൂക്കിങ്ങനെ പിടിക്കുന്നു. ശ്രദ്ധിച്ചോണേ, അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. ശ്രദ്ധ ഇവിടെ വരണം കേട്ടോ. എല്ലാവരും അങ്ങനെ നോക്കുക. വണ്ടി ഓരോന്നോരോന്ന് സ്റ്റിക്കർ ഒട്ടിച്ചതാകുന്ന വണ്ടി പോകുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ MVD വരും, അത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക. ഇവിടെ ശ്രദ്ധിക്കല്ലവരും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. അപ്പൊ അതാണ് യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. ഇവിടെ ശ്രദ്ധിക്കുക, പേര് വ്യത്യസ്തമായ പേരുകൾ ഇട്ടുകൊണ്ട് പല പല ബ്രാൻഡുകൾ വിറ്റഴിക്കും, എന്നിട്ടത് കുടിക്കും. ആര് പറഞ്ഞു? ഹബീബ് റസൂലുള്ളാഹി. പേര് മാറ്റാണ്. എന്നിട്ട് പറയും ഇത് ആ സാധനമല്ല, ഇത് വേറെ സാധനമാണ്. സാധനമെല്ലാം ഒന്ന് തന്നെയാണ്, പേര് വ്യത്യസ്തമാക്കും. ഇതൊക്കെ നബിതങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പൊ കള്ളിൽ തന്നെ എത്ര പേരാണ് സുബ്ഹാനല്ലാഹ്. വ്യത്യസ്തമായ പേരുകളാണ്, പല സംഭവങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അവിടെ ശ്രദ്ധിക്കണം നമ്മൾ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികൾ മുആദ് റളിയല്ലാഹു അൻഹും ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ചില സ്വഹാബത്തും വന്നുകൊണ്ട് മുത്തു നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അഫ്തിനാ ഫിൽ ഖംരി യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് മദ്യത്തിന്റെ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകണേ റസൂലേ. ഞങ്ങൾക്കൊരു മറുപടി നൽകണം കള്ളിന്റെ വിഷയത്തിൽ. ഇവിടെ ഇരിക്കും, ഇവിടെ വയലു ഇവിടെയാണ്. ഒക്കെ പലരിതും ഉണ്ടാവും, പല രീതിക്കൊക്കെ പല ആളുകളും വരും. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പല സൈസ് ആളുകൾ വരും. ഏത് സൈസാന്ന് ഞാൻ പറയണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് നിങ്ങൾ തിരിയണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തിരിഞ്ഞാൽ നമ്മളും ആ കൂട്ടത്തിൽ പെട്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, ഖുർആൻ ഓതുമ്പോ തിരിക്കാനായിട്ട് ആര് വരും? പലരും വരും. അങ്ങോട്ട് നമ്മൾ തിരിയാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അവൻ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി ആദരവായ പ്രവാചകനോട് പറഞ്ഞു, അഫ്തിന ഫിൽ ഖംരി യാ റസൂലല്ലാഹ്. കള്ളിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു ഫത്വ ഇവിടുന്ന് തരണം, കൃത്യമായൊരു നിർവചനം നൽകണം. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. യസ്അലൂനക അനിൽ ഖമർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇ. പരിശുദ്ധമായ ഖുർആൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതായ സ്വഹാബത്ത് ആദരവായ പ്രവാചകന്റെ തിരുചാരത്തെത്തിയിട്ട് കള്ളിന്റെ വിഷയത്തിൽ എന്താണ് ഖുർആൻ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധമായ ഖുർആൻ വചനം ഇറങ്ങുകയാണ്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. നബിയേ നബിയേ, തങ്ങളോട് മദ്യത്തെ പറ്റിയും ചൂതാട്ടത്തെ പറ്റിയും ജനങ്ങൾ ചോദിക്കും നബിയേ. തങ്ങൾ അവരോട് പറയേണ്ടത് ഒരൊറ്റ വാക്യം മാത്രമാണ്, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. അതിൽ രണ്ടിലും വലിയ പാതകമാണ്, തെറ്റാണ്. അതിലുള്ള പ്രയോജനത്തെക്കാൾ കൂടുതൽ ദോഷമാണ്, ദോഷമാണ്. വൈസുമുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. അതിൻ്റെതാകുന്ന പ്രയോജനത്തെക്കാൾ കൂടുതലുള്ളത് ദോഷമാണ്, ദോഷവശമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അത് ദോഷമാണ് എന്ന് മനസ്സിലായി, നല്ലതല്ല, ഗുണമില്ല. പക്ഷെ നിരോധനം വന്നില്ല. അതുകൊണ്ട് തന്നെ ചിലര് കുടിക്കാൻ തുടങ്ങി, ചിലര് നിർത്തി. സ്വഹാബത്തിൽ ചിലര് നിർത്തി, ചിലര് ഈ വാക്യം കേട്ടപ്പോ വീണ്ടും കുടിക്കും. നിരോധനം ഇല്ലല്ലോ എന്നും പറഞ്ഞ് വീണ്ടും കുടിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് രേഖപ്പെടുത്താൻ, ചില ആളുകൾ കുടിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി വന്നു. നിസ്കാരത്തിൽ അവർ സൂറത്ത് ഓതിയപ്പോൾ തെറ്റുപറ്റി. നിസ്കരിക്കുന്നതിനെ കള്ളു കുടിച്ചോണ്ട്. അതെന്താ ഉസ്താദെ അങ്ങനെ? ഞങ്ങൾക്ക് ഇപ്പൊ കള്ളു കുടിക്കുമ്പോൾ കള്ളു കുടിച്ചോണ്ട് നിസ്കരിക്കാൻ വരാൻ പറ്റാത്തത് എന്താ? അത് പിന്നീട് എന്തായി? അതിന് പാടില്ല എന്ന ആയത്തിറങ്ങി. അതിന് മുമ്പുള്ള ഘട്ടങ്ങളാണ് ഈ പറഞ്ഞത്. ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് വരുന്നത്. കാരണം ഒരു കൈയിൽ മദ്യവും മറുകൈയിൽ സ്ത്രീത്വവുമായി നടക്കുന്നവർ, അഥവാ ശാരീരികമായ ബന്ധത്തിന് സ്ത്രീകളുടെ മാറിടത്തിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന കൗമ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത്രയേറെ മോശമായ സമൂഹത്തിലേക്കാണ് ചെല്ലുന്നത്. കള്ളിനവർ അഡിക്റ്റാണ് മുഴുവൻ ആളുകൾ, ഒരാൾ പോലും അതിൽ നിന്ന് ഒഴിവല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരിൽ നിന്ന് അതിനൊരു മാറ്റം സംഭവിക്കുക പ്രയാസമാണ്. ഘട്ടം ഘട്ടമായിട്ട് മാറ്റം. നിസ്കാരത്തിലെ ചിലര് ഖുർആനിക സൂറത്ത് ഓതി. എങ്ങനെ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അഅ്ബുദു മാ തഅ്ബുദൂൻ. അല്ലയോ അവിശ്വാസികളെ, അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെ ആയത്തുള്ളത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ലാ എന്നുള്ള വാക്ക് മാറ്റി, മനഃപൂർവ്വം മാറ്റിയതല്ല. കള്ള് കയറിയിരിക്കാൻ, തലയ്ക്ക് പിടിച്ചിരിക്കുക. അപ്പൊ അർത്ഥം നേരെ തലതിരിഞ്ഞ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ തങ്ങൾ പറയണം, അല്ലയോ കാഫിരീങ്ങളെ, അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയണേ, പറയണേ. ഇതാണ് യഥാർത്ഥ ആയത്ത്. ഇവർ ഓതിയപ്പോ എങ്ങനെയായി? യാ അയ്യുഹൽ കാഫിറൂന അഅ്ബുദു മാ തഅ്ബുദൂൻ, അവിശ്വാസികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നു. അപ്പൊ ബിംബങ്ങൾ ആരാധിക്കുന്നു എന്നായി. അർത്ഥം നേരെ തരതിരിഞ്ഞു. ഇമാമത്ത് നിൽക്കുക കാര്യമായിട്ട്. നിസ്കാരത്തിലെ ചിലരുടെ ഓത്തിങ്ങനെ. ഇത് വന്നപ്പോ വലിയ വിഷയമായി.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സഹാബത്ത് പരാതിയുമായി കടന്നു വരുകയാണ്. അപ്പോഴാണ് ഖുർആനിക വചനം വീണ്ടും ഇറങ്ങുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമൂ حتى تعلموا ما അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ മദ്യം നുകർന്നുകൊണ്ട് നമസ്കാരത്തിലേക്ക് അടുക്കരുതേ. ലാ തഖറബുസ് സ്വലാ വഅൻതും സുകാറാ. മദ്യം നുകർന്നുകൊണ്ട് മതോന്മത്തരായി ഒരിക്കലും നിങ്ങൾ പരിശുദ്ധമായ നമസ്കാരത്തിലേക്ക് കടക്കരുതേ. നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ പരിപൂർണമായി മദ്യം ഒഴിവാക്കി വരണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ എന്താണ് നിസ്കാരത്തിൽ ഓതുന്നത്, നിങ്ങൾ എന്താണ് ജനങ്ങളോട് പറയുന്നത്, അതൊന്ന് കൃത്യമായി തിരിയാൻ വേണ്ടി സ്വബോധത്തോടുകൂടി നിങ്ങൾ പള്ളിയിൽ വരണേ. ഒരിക്കലും മദ്യം നുകർന്നുകൊണ്ട് പള്ളിയിലേക്ക് അടുക്കരുതേ. ഈ ആയത്തിറങ്ങിയപ്പോ കുറെ ആളുകൾ വീണ്ടും എന്തൊഴിവാക്കി? കള്ളൊഴിവാക്കി. കാരണം നിസ്കാരം കറക്റ്റ് ആയാൽ തന്നെ ആ നിസ്കാരത്തിൽ കള്ള് ഒഴിവാക്കുക, നിസ്കാരത്തിൽ കറക്റ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെ എന്തായി? അധിക തെറ്റുകളിൽ നിന്ന് ഒഴിവാകും. അങ്ങനെയാണല്ലോ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും കൃത്യമായുള്ള നമസ്കാരം, 5 വഖത്ത് നമസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ടോ, അതിൻ്റെതാകുന്ന റവാത്തിബുകൾ ശ്രദ്ധിക്കുന്നവരുണ്ടോ, തീർച്ചയായും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തമായ ജീവിതം നയിക്കാൻ ആ നിസ്കാരം കൊണ്ട് സാധിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അവര് എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിവായി നിൽക്കുന്നു, നിസ്കാരം കറക്റ്റ് ആയതുകൊണ്ട്. മറ്റു ചിലർ വീണ്ടും പഴയ പോലെ തന്നെ ഖുർആനിൽ നിരോധനം വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും എന്തായി? കള്ള് പതുക്കെ ഒരല്പസ്വല്പമൊക്കെ കള്ളു കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കള്ളുകുടിച്ച് ഒരിക്കൽ ബഹുമാനപ്പെട്ടതാകുന്ന സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. പക്ഷെ മദ്യം നിരോധിച്ചിട്ടില്ല, അതുകൊണ്ട് അല്പസ്വല്പമൊക്കെ അടിച്ചു. അങ്ങനെ കള്ളു കുടിച്ചിട്ട് അദ്ദേഹം അൻസാരികളിൽപ്പെട്ടതാകുന്ന ചിലരോട് മോശമായ രീതിയിൽ പെരുമാറി. അവരെ മോശമാകുന്ന രീതിയിൽ, തരം താഴ്ത്തുന്ന രീതിയിൽ കള്ളു കുടിച്ചിട്ട് സംസാരിച്ചു. നിങ്ങൾ വലിയ സംഭവമൊന്നും അല്ല, മുഹാജിരീങ്ങളാണ് വലിയ സംഭവം, ഞങ്ങളാണ് മക്കക്കാരാണ് വലിയ സംഭവം, നിങ്ങൾ വലിയ സംഭവമൊന്നും അല്ല എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്ന വർത്തമാനം പറഞ്ഞു. ഇങ്ങനെ ആക്ഷേപിക്കുന്ന വർത്തമാനം പറഞ്ഞപ്പോൾ അൻസാരികളാകുന്ന മദീനക്കാർക്ക് സഹിച്ചില്ല. അവരിൽ ഒരാൾ കള്ളുകുടിച്ചോട്ടുള്ള വ്യക്തി തന്നെയാണ്. അദ്ദേഹം നല്ലതുപോലെ മുഖത്ത് നല്ലതുപോലെ അടി കൊടുത്തു. നല്ല മുറിവ് പറ്റി വിഷയം വളരെ ഗൗരവമായി. നബി തങ്ങളുടെ അടുക്കൽ ഈ കേസ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട്, നബിയെ, എന്നെ അവരെ അടിച്ചു, മുറിവ് പറ്റിച്ചു. എന്താ കാര്യം? അത് ഞാനിങ്ങനെ മദ്യം നുകർന്നിട്ട് അവരെ കളിയാക്കിയതാ, ആക്ഷേപിച്ചതാ. നബി തങ്ങൾക്ക് വലിയ വിഷമം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കൈയും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്താ ദുആ ഇരുന്നത്? അള്ളാഹു, ഈ മദ്യത്തിന്റെ വിഷയത്തിൽ ഒരു തീർപ്പ് നീ കൽപ്പിക്കണേ അല്ലാഹ്. ഈ ലഹരിയുടെ വിഷയത്തിൽ ഇതിങ്ങനെ നീട്ടി പോകാതെ ഇതിലൊരു ലാസ്റ്റ് തീരുമാനം അവിടുന്ന് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ബയ്യിൻ ലനാ ശാഫിയാ കാഫിയാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ബയ്യിൻ ലനാ ഫിൽ ഖംരി ശാഫിയൻ കാഫിയാ. ഞങ്ങൾക്ക് എന്നെന്നും മതിയാകുന്നതായ
ഒരു ലാസ്റ്റ് വാണിംഗ് ഈ വിഷയത്തിൽ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത് കൈ താഴെ വെക്കേണ്ട താമസം നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്, നൽകുകയാണ്. എന്നേക്കുമായി ലഹരി പരിപൂർണമായി തുടച്ചു നീക്കാനുള്ള നിർദ്ദേശവുമായ ഖുർആൻ വരുകയാണ്. സൂറത്തുൽ മാഇദ എന്ന് മറിച്ചു നോക്കണേ മുസ്ലിമേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജുസും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം എന്നേക്കുമായി നിർത്തലാക്കുന്നതായ വചനമിറക്കുകയാ. അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം, കോലുകൾ കൊണ്ടുള്ളതായ പ്രശ്നം വെക്കലും ഈ പ്രതിഷ്ഠകളും ഈ ചൂതാട്ടവും ഈ മദ്യം നുകരലുമെല്ലാം പിശാചിന്റെ ദുർവൃത്തിയാണ്. ഫജ്തനിബൂ, നിങ്ങളതിനെ പരിപൂർണമായി ഒഴിവാക്കണേ, നിങ്ങളതിനെ പരിപൂർണമായി ഒഴിവാക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. എത്രയെത്ര സംഭവങ്ങളാണ് നമുക്ക് എടുത്ത് കാണിക്കാനുള്ളത്. കേട്ടില്ലേ നിങ്ങൾ, പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരി എന്ന് പറയുന്നതായ പ്രദേശത്ത് പ്രിയപ്പെട്ടതാകുന്ന പാവപ്പെട്ടതാകുന്ന രണ്ട് സഹോദരിമാരെ നരബലി നടത്തിയത് കേട്ടില്ലയോ? അതിന് നേതൃത്വം നൽകിയിരുന്നതായ ആളുകൾ ഷാഫി എന്ന് പറയുന്ന വ്യക്തിയും ഫഗൽ സിംഗും എല്ലാം ധാരാളം മദ്യം നുകരുന്നതായ വ്യക്തികളാണ്, ലഹരിക്കടിമപ്പെടുന്നതായ വ്യക്തികളാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ, തീർച്ചയായും ഈ മദ്യം നുകരലും ഈ ചൂതാട്ടവും ഈ പ്രതിഷ്ഠ വെക്കലുമെല്ലാം റിജുസും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ്, മോശമായ പ്രവണതകളാണ്. അത് പിശാചിന്റേതാകുന്ന ശൈലിയാണ്. അത് നിങ്ങൾക്ക് ചേർന്നതല്ല മുഅ്മിനേ. ഫജ്തനിബൂ, നിങ്ങൾ സത്യവിശ്വാസികൾ അതിൽ നിന്ന് പരിപൂർണമായി ഒഴിവാകണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ യഥാർത്ഥ വിജയികളാകണോ, നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ നിർബന്ധമാണ്. ഖുർആൻ 1400 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് നമ്മൾ പുലർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പെരുമ്പാവൂർ സ്വദേശിയാകുന്ന ഷാഫി എന്ന സഹോദരൻ സിനിമയിൽ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ത്രീകളെ, റോസിലി, പത്മ എന്ന് പേരുള്ളതാകുന്ന രണ്ട് സഹോദരിമാരെ കൊണ്ടുപോയി ഭഗത് സിംഗ് എന്ന് പറയുന്നതാകുന്ന മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്തനംതിട്ടയിലെ ഇലന്തൂരിലുള്ള അദ്ദേഹത്തിൻ്റെതാകുന്ന തിരുമലശാലയിൽ കൊണ്ടുപോയിട്ട് അവരുടെ മാറിടം മുറിച്ചു മാറ്റുന്നു, കഴുത്ത് മുറിച്ചു കളയുന്നു. ആ കുടുംബത്തിലുള്ളതാകുന്ന ഭഗത് സിംഗിന്റെ ഭാര്യ ലൈലയെ കൊണ്ടും അത് ചെയ്യിക്കുന്നു. എന്നിട്ട് അവരുടെ കഴുത്തിലൂടെയും മാറിടത്തിലൂടെയും ഒക്കെ ഒലിച്ചിറങ്ങുന്ന രക്തം അവരുടെ യോനിയിലൂടെ താഴേക്ക് വരുമ്പോൾ അതൊരു പ്ലേറ്റിലെടുത്തിട്ട് അതുകൊണ്ട് പൂജാക്രമങ്ങൾ നടത്തുന്നു, നരബലി നടത്തുന്നു. 30 കഷ്ണങ്ങളാക്കി, വേറൊരു പത്ര റിപ്പോർട്ട് പ്രകാരം 50 കഷ്ണങ്ങളാക്കി വീടിൻ്റെതാകുന്ന പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്?
ഇതെവിടുത്തെ കാര്യ? മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ അല്ല, കേരളത്തിൽ നടക്കുന്ന സംഭവം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതിൽ പിടിക്കപ്പെട്ടതാകുന്ന ഷാഫി എന്ന ഒന്നാം പ്രതി, അദ്ദേഹം പല കേസുകൾ, പല ബലാത്സംഗ കേസുകളിലും ലഹരി കച്ചവടം നടത്തുന്ന കേസുകളിലൊക്കെ പ്രതിയാണ്. അപ്പൊ അത്തരത്തിലുള്ളതാകുന്ന വിഷയങ്ങൾ മറ്റുള്ളവർ കൂടി കലർത്തി കൊടുത്തിട്ട് അവരെയും അത്തരത്തിൽ പ്രേരിപ്പിക്കാൻ. മുമ്പ് അവിടെ ഒന്ന് തിരുമാൻ പോയി, നല്ല വൈദ്യനായിരുന്നു ഈ വീട്ടുകാരനാകുന്ന ഭഗത് സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ. പാരമ്പര്യമായിട്ട് വലിയ കുടുംബ പശ്ചാത്തലമുള്ള വ്യക്തി, പത്തനംതിട്ടയിലെ ഇലന്തൂര് വലിയതാകുന്ന ആഞ്ഞിലിമൂട്ടിൽ വലിയ തറവാട്ടിൽ തുറന്ന മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെമാകുന്ന ചാനൽ തിരുമാൻ പോയതിലൂടെ മനസ്സിലായി തൻ്റെ കൂടെ കൂട്ടാൻ കൊള്ളുന്ന വ്യക്തിയാണ്. 2 സ്ത്രീകളെ കൊണ്ടുവന്നു, 2 പേരെയും സിനിമയുടെ പേരിലാണ് കൊണ്ടുവന്നത്. 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് കൈയും കാലും ബന്ധിപ്പിച്ച് കെട്ടിയിട്ടിട്ട് അവരുടേതാകുന്ന കഴുത്ത് മുറിച്ചു കളയുന്നു. കഴുത്ത് മുറിച്ചു മാറ്റുന്നു, മാറുടം മുറിച്ചു മാറ്റുന്നു, ശരീരത്തിന്റെ അവയവങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് വെട്ടി നുറുക്കുന്നു. എന്താണ് സഹോദരൻ? കാക്കുമാറാവട്ടെ. ഫജ്തനിബൂ, നിങ്ങൾ തീർച്ചയായും ഇത്തരത്തിലുള്ള നീചവൃത്തങ്ങൾ ഒഴിവാക്കണേ. നിങ്ങൾ തീർച്ചയായും വിജയിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംർ ويصدكم عن ذكر الله وعن الصلاة. തീർച്ചയായും ഈ മദ്യവും ചൂതാട്ടവും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടെന്നറിയുമോ? പിശാച് നിങ്ങളെ ഈ ദുർവൃത്തതയിലൂടെ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ, നിങ്ങൾക്കിടയിൽ ശത്രുതാ മനോഭാവത്തെ വളർത്തുകയാണ്, നിങ്ങൾക്ക് ദേഷ്യം ക്രോധത്തെ വളർത്തുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന മക്കൾ, ആധുനിക മക്കൾ ഒക്കെ വളരെ വലിയ ദേഷ്യത്തിന്റെ അഹരികാരാണ്. പെട്ടെന്ന് തന്നെ വാപ്പയുടെ ദേഷ്യം പിടിക്കുക, ചൊടിക്കുക, ഉമ്മയുടെ ദേഷ്യം പിടിക്കുക. ഇന്നത്തെ ആധുനിക തലമുറയിലെ മക്കളുടെ അവസ്ഥ നമുക്കറിയാം. വീട്ടിലെത്തി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്, അവന് ഓരോരുത്തർക്കും സെപ്പറേറ്റ് റൂം നമ്മൾ കൊടുക്കുന്നു. ആ റൂമിലേക്ക് പിന്നീട് വാപ്പ ഉമ്മ 10 മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ 5 മണിക്കൂർ കഴിഞ്ഞ് മകളോ മകനോ റൂമിൽ കയറിയിട്ട് എന്തെടുക്കാണെന്ന് നോക്കാൻ വേണ്ടി കതക് തുറന്നാൽ ഉടനെ വാപ്പയോട് ഉമ്മയോട് ദേഷ്യം പിടിക്കുന്ന മക്കളാണ്. ഭക്ഷണം കഴിക്കാൻ മാത്രം അവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇറങ്ങി വരും. ചിലപ്പോൾ ഭക്ഷണം ഒന്നും വേണ്ടില്ല, ചിലപ്പോൾ വന്ന് നല്ലതുപോലെ കഴിക്കും. സമയം തെറ്റിയിട്ടുള്ള ഭക്ഷണക്രമം, അനാവശ്യമായി റൂം അടച്ചുകൊണ്ട് അവൻ അതിൽ തന്നെ നിലകൊള്ളുന്നു. എത്രയെത്ര ചെറുപ്പക്കാർ ലഹരിക്കടിമപ്പെടുന്ന എത്ര ആളുകളാണ് നമ്മുടെ ജില്ലകളിൽ തന്നെ അധികമായി. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. 5ാം ക്ലാസ്സും 10ാം ക്ലാസ്സും +1-നും +2-നും BA-ക്ക് മടിക്ക് പഠിക്കുന്നതാകുന്ന മക്കളൊക്കെ ലഹരിക്കടിമപ്പെടുന്ന കാലഘട്ടം. 100-ൽ 46% വരുന്നതാകുന്ന മക്കളും ലഹരിക്കടിമപ്പെട്ടു എന്നാണ് പുതിയ കണക്ക് പ്രകാരം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 16% ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ്. പുകയില ഉൽപ്പന്നങ്ങൾ തന്നെ ലക്ഷക്കണക്ക് രൂപയുടേതാണ് ഇവിടെ ഉപയോഗിച്ചു തീർക്കുന്നത്. ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ. കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ വിഭിന്നമായി വിദ്യാഭ്യാസ വിഷയത്തിൽ, സാക്ഷരത വിഷയത്തിൽ ഒന്നാമതാണ്, സാമ്പത്തിക വിഷയത്തിലുമൊക്കെ ഒന്നാമതാണ്. എല്ലാ തലത്തിലും നമുക്ക് ഉയർച്ചയുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടേതാകുന്ന ഭാഗത്തേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. പഞ്ചാബും ഹരിയാനയെക്കാളും ഒക്കെ കൂടുതലായി ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടുകാരാണ്, കൊച്ചു കേരളക്കാരാണ്. മനസ്സിലാക്കണം, മറ്റു സംസ്ഥാനങ്ങളല്ല. നമ്മുടെ സംസ്ഥാനമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി കുടിച്ചു തീർക്കുകയും മദ്യം നുകരുകയും. മദ്യം എന്നുള്ള പേരല്ലല്ലോ ഖുർആൻ പറഞ്ഞത്, ഖംർ എന്നാണ് പദമാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നമൽ ഖംർ, ഖംർ എന്ന പദത്തിനർത്ഥം മറയ്ക്കുക എന്നാണ്. സ്വബോധത്തെ മറയ്ക്കുന്ന സാധനം, സ്വബോധത്തെ മറയ്ക്കുന്നത്, അതെന്തും അതിൽപ്പെട്ടത് തന്നെയാണ്. മദ്യവുമായി ബന്ധപ്പെട്ട, ലഹരിയുമായി ബന്ധപ്പെട്ട ഏതെല്ലാം സാധനങ്ങളുണ്ടോ
ബ്രൗൺ ഷുഗർ, ഹഷീഷ്, മയക്കുമരുന്നിൻ്റെതാകുന്ന സാധന സാമഗ്രികൾ, LSD എന്ന് പറയുന്നതാകുന്ന ചെറിയ സ്റ്റാമ്പിന്റെ രൂപത്തിലുള്ള സാധനം നാക്കിന്മേൽ ഒട്ടിച്ചു വെച്ചാൽ 3-4 മണിക്കൂർ ഉന്മാദത്തിലാകും, നല്ല ആനന്ദത്തിലാകും. MDM എന്നറിയപ്പെടുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നം നാവിനടിയിൽ വെച്ചാൽ 12-16 മണിക്കൂർ വരെ അവൻ നിന്നുകൊണ്ട് നൃത്തം ചെയ്യും. എത്ര മണിക്കൂർ വേണമെങ്കിലും 16 മണിക്കൂർ വരെ നിന്നുകൊണ്ട് ആള് നല്ലതുപോലെ തുള്ളിച്ചാടി. പാർട്ടികളിലൊക്കെ, നിശാ പാർട്ടികളിലൊക്കെ യഥേഷ്ടം ഉപയോഗിക്കുന്നത് ചെറുപ്പക്കാരിതാൻ. മണിക്കൂറുകളോളം നിന്നുകൊണ്ട് പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകളുമൊക്കെ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളും അടക്കം ക്യാമ്പസുകൾ പഠിക്കുന്നതാകുന്ന മക്കളെല്ലാവരും അവരെല്ലാവരും ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങുകൾക്ക് അടിമപ്പെട്ടു പോയി എന്നുള്ളത് വസ്തുതയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആൻ പറഞ്ഞത് എത്ര ശരിയാണ്. ലഹരി ഉപയോഗിക്കുന്നതാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സ്വഭാവ വ്യതിചലനം, അവർ വളരെ ദേഷ്യപ്രകൃതമുള്ളവരായിരിക്കും. പാപ്പയോടും ഉമ്മയോടുമൊക്കെ വളരെ കടുത്ത ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വളരെ ദേഷ്യപ്പെടുന്ന പ്രകൃതം. മാത്രമല്ല വാപ്പയും ഉമ്മയും വരെ ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുന്ന പ്രകൃതം. ഇത് ലഹരി ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുമെന്ന് 1400 കൊല്ലം മുമ്പ് തന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതാണ്. അതിന്ന് നമ്മുടെ മക്കളിൽ നല്ലതുപോലെ കണ്ടുവരുന്നു. വിദ്യ നുകരാൻ വേണ്ടി പറന്നുവിട്ട മക്കളുടെ തന്നെ സ്വഭാവങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. കാരണം അവന് കൂട്ടുകാരൻ കൊടുത്തതാകുന്ന സിഗരറ്റിന്റെ ബഫിന്റെ വലി വല്ലാതെ കൂടി വരുമ്പോൾ അവന്റെ സ്വഭാവത്തിൽ ദൂഷ്യമുണ്ടാവുകയാണ്. ഒരു രസാനുഭൂതിക്ക് വേണ്ടി ഒരു ദിവസം തുടങ്ങി വെച്ചതാണ് ഈ പ്രവണത. പിന്നെ അത് നിർത്താൻ സാധിക്കുന്നില്ല. ഒരൽപ്പം കള്ളു കുടിച്ചത് കൂട്ടുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്. ഛർദിച്ചു, വിഷമമുണ്ടായി, പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസമായി, പിന്നീട് അത് ദിനേനയായി, പിന്നീട് അവന് ജീവിതത്തിൽ ഒഴിക്കാൻ പറ്റാത്ത കൂടപ്പിറപ്പായി. പലർക്കും ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം എത്തിപ്പെട്ടു. ഇത് വസ്തുതയാണ്. നമ്മുടെ ജില്ലകളിൽ തന്നെ എത്രയോ ആളുകൾ ഈ പ്രയാസത്തിന് അഡിക്റ്റായി നിലകൊള്ളുന്ന എത്ര കുടുംബങ്ങളുണ്ട്, എത്ര രക്ഷിതാക്കളാണ് വേദനയോടുകൂടി ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എത്രയോ ഉന്നതമാകുന്ന കുടുംബത്തിലുള്ള, നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്ന എത്രയോ ഉന്നതമാകുന്ന കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾ, നല്ല സ്റ്റാറ്റസിൽ ജീവിക്കുന്നതാകുന്ന വക്താക്കൾ പോലും സ്വന്തം മക്കളുടെ വിഷയം വരുമ്പോൾ കരഞ്ഞുകൊണ്ട് ഉലമാക്കളെ സമീപിച്ച് എന്റെ മകൻ ഡ്രഗ്സിന് അടിമപ്പെട്ടിരിക്കുകയാണ്, എന്റെ മകൻ മാരകമാകുന്ന ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്, ഉസ്താദ് സൂചിപ്പിച്ചതാകുന്ന MDMA എന്റെ മകൻ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ അനുസരിക്കുന്നില്ല, എന്നെ തൃണവൽഗണിക്കുകയാണ്, വീട്ടിൽ എന്നെ പിടിച്ച് അടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉമ്മമാർ ധാരാളം പരാതികൾ, എത്രയോ പരാതികളാണ് ഈ വിനീതനടക്കം ഉസ്താദുമാരോട് ഈ നാട്ടിലുള്ള ഉമ്മമാർ സഹോദരന്മാർ പങ്കുവച്ചിട്ടുള്ളത്. നമ്മൾ അറിയുന്നില്ല നമ്മുടെ വീടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയ വിപത്താണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബിൽ ഖമറാ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, സ്വഹാബ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ, കള്ളു കുടിക്കരുതേ, ലഹരി നുണയരുതേ, സ്വബോധത്തെ മറക്കുന്ന ഏത് വസ്തുവും ശ്രദ്ധിക്കണേ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, കുല്ലു ഹംറിൻ മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ സ്വബോധത്തെ മറക്കുന്നതും അത് മുസ്കിറാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും നിഷിദ്ധമാണ്. എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരിമാരാണ് അത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളിലേക്ക് പെട്ടുപോയിട്ടുള്ളത്. മക്കളെ പഠിക്കാൻ വിടുന്ന വിദ്യാർത്ഥികളില്ലേ, ഹോസ്റ്റലുകളിലേക്കും ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുന്നവരെ, മക്കൾ മോശമാകുന്ന പ്രവണതയിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ.
ക്യാമ്പസിൽ പഠിക്കുന്ന മക്കൾ, ഹോസ്റ്റൽ സൗകര്യമുള്ള മക്കൾ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒന്നിച്ച് ദിനേന മദ്യപിക്കുന്നതായ ആളുകളായി മാറിയില്ലയോ? കൂട്ടുകാരികളുമായി ഷെയർ ചെയ്തിട്ട് കള്ളു കുടിക്കുന്നതാകുന്ന മുസ്ലിം അംഗമാരെ, സഹോദരിമാരെ പോലും ക്യാമ്പസുകൾ നമ്മൾ കണ്ടില്ലയോ? പരസ്യമായി ഇൻസ്റ്റഗ്രാമിലും പരസ്യമായി ഫേസ്ബുക്കിലും അത്തരത്തിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ പോലും ഷെയർ ചെയ്താൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത മുസ്ലിം സഹോദരിമാരായി ആധുനിക നവതലമുറയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയില്ലയോ? അവിടെയല്ലേ BTICയുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ കുറിച്ച് അഭിമാനം നമുക്ക് കൊള്ളാനുള്ളത്. അൽഹംദുലില്ലാഹ്. പഠിപ്പിക്കുന്ന പ്രിൻസിപ്പൽ ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി, ഉസ്താദേ 5 ലക്ഷത്തോളം സലാത്തുകൾ പോലും ചെല്ലു തീർത്തതാകുന്ന സഹോദരിമാർ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ആദരവായ പ്രവാചകനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുവാനും, പരിശുദ്ധമായ നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട്, ഇബാദത്തുകൾ കണിശത വെച്ചുകൊണ്ട്, ആത്മീയമായ അന്തരീക്ഷത്തിലൂടെ ബാഫക്കി തങ്ങളുടെ തർബിയത്തിലൂടെ വിദ്യാഭ്യാസം നുകരാൻ നമ്മുടെ മക്കൾക്ക് സാധിച്ചില്ലയോ? ഇതേ പ്രായത്തിൽ തന്നെ +2 പഠിക്കുന്നതാകുന്ന എത്രയോ മക്കൾ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? മോശമാകുന്ന സിനിമകൾ കണ്ടുകൊണ്ടും സീരിയൽ ദർശിച്ചുകൊണ്ടും ഹറാമാകുന്ന ഫനായും ഫസാദും കാതിലൂടെ കേട്ടുകൊണ്ട് നിലകൊള്ളുന്നവരല്ലയോ? ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളുടെ കാതിൽ ഹെഡ്സെറ്റ് ആണ് സദാസമയവും കേട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ പാട്ടുകളാണ്, ഖുർആനിക വചനം ഇന്ന് വരെ കേൾക്കാത്തതാകുന്ന കാതുകളാണ്, മലീമസമാകുന്ന കാതുകളായി മുസ്ലിം അംഗമാരുടെ കാതുകൾ മാറിയില്ലയോ? ബസ്സിൽ പോയാലും ട്രെയിനിലൂടെ യാത്ര ചെയ്താലും ഏത് കാർ എടുത്താലും ഏത് വാഹനം പുതുതായി വാങ്ങിയാലും അതിലെല്ലാം അശ്ലീല പാട്ടുകൾ, DJ പാട്ടുകൾ ഇട്ടുകൊണ്ട് മോശമാകുന്ന അന്തരീക്ഷത്തിലേക്ക് പുതിയ തലമുറ മാറ്റപ്പെട്ടില്ലയോ? ഖുർആൻ കേൾക്കാൻ തയ്യാറാവാത്ത മക്കളായി, ദിക്ർ ചൊല്ലാൻ തയ്യാറാവാത്ത മക്കളായി, ആദരവായ പ്രവാചകന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ തയ്യാറാത്ത മക്കളായി, മോശപ്പെട്ട സിനിമകൾ കാണാനും സീരിയൽ ദർശിക്കാനും സമയങ്ങളെ ചെലവഴിക്കുന്നവരല്ലയോ? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരൊരുവൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ, ഫലാ യശ്റബിൽ ഖമറ, അവൻ ഈ ബുദ്ധിയെ മറക്കുന്ന ലഹരി ഉൽപ്പന്നം കുടിക്കരുതേ, കഴിക്കരുതേ, ഭുജിക്കരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വമൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഒരു മുഅ്മിൻ പോലും ഫലാ യശ്റബ് അലാ ഫലാ യഖൂദു അലാ മാഇദത്തിൻ യുശ്റബു ഫീഹൽ ഖമറു, കള്ള് ഒഴിച്ചു കൊടുക്കപ്പെടുന്ന ഒരു ബാർ ഹോട്ടലിലേക്ക് അവന് പോകരുതേ, ഇരിക്കരുതേ, അവൻ അവിടെ പോയി സമയം ചെലവഴിക്കരുത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വലിയ ബാർ ഹോട്ടലിന്റെ ഷെയർ ചേർന്നിട്ടുള്ള മുതലാളിയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ ബാർ ഹോട്ടലിലൊന്ന് പോവാ, സാധനം ഞാൻ കള്ളു കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ അവിടെ പോയി കുറച്ചേരം ഇരിക്കാൻ. കുറച്ച് കളികളുണ്ട്, ഞങ്ങളുടേതായ ചില കളികൾ ഞങ്ങൾ അവിടെ പോയി കളിച്ചിട്ടിങ്ങ് വരും, അല്ലാതെ ഞങ്ങൾ ആരും കള്ളു കുടിക്കലില്ല. അവിടെ പോയി ഇരിക്കരുത്. ഫലാ യഖഉദു അലാ മാഇദത്തിൻ യുശ്റബു ഫീഹൽ ഖംറു, കള്ള് ഒഴിക്കപ്പെടുന്നതാകുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക പോലും അരുത്. ഹബീബ് റസൂലുള്ളാഹി അവിടെ പോകാൻ പാടില്ല. ഇപ്പൊ ഇന്ന് യൂട്യൂബ് മാധ്യമം വഴി പലരും പല കള്ള് ഷാപ്പുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല കൊടംപുളി ഇട്ട് വരട്ടിയതാകുന്ന മീൻകറി, ആവോലിക്കറി ഇവിടെ കിട്ടും. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ഹാജിയാർ അവിടെ പോയിട്ട് പതുക്കെ നിസ്കാരം കഴിഞ്ഞ് അവിടെ പോയി ഷാപ്പിന്റെ ശരിയും കഴിച്ചു. ബിസ്മില്ലാഹ്. പറ്റൂല, പോകാൻ പാടില്ല. അതാണ് പറഞ്ഞത്. നല്ല കുരുമുളകിട്ട് വറ്റിച്ചതാകുന്ന പോത്തിൻ്റെതാകുന്ന കാല് അവിടെ കിട്ടും ബാർ ഹോട്ടലിൽ. അത് വാങ്ങാൻ വേണ്ടി ഹാജിയാര് പോവാ. നല്ല റാഹത്ത്.
നല്ല സാധനം ഉസ്താദെ, സൂപ്പർ സാധനമാണ്. ഒരു സാധനം നീ അവിടെ പോണ്ട. ഫല യശ്റബ് ഫല യഖഉദു അലാ മാഇദത്തിൻ യുശ്റബു ഫീഹൽ ഖംറു. കള്ള് ഒഴിച്ചു കൊടുക്കപ്പെടുന്നതായ ഒരു ബാർ ഹോട്ടലിൽ, ഒരു ഷാപ്പിൽ നീ പോകരുത് ഹബീബ് റസൂലുള്ളാഹി. ഇതൊക്കെ 1400 കൊല്ലം മുമ്പ് നബി നമ്മുടെ നാട്ടിലേക്ക് നോക്കി പറഞ്ഞതുപോലെ ഉണ്ട്. കാരണം എന്താ, നമ്മുടെ കൗമെല്ലാം ഇപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് തപ്പിപ്പിടിക്കുന്നത്. എന്താ ഹാജിയാരെ ഇവിടെ ബാറുണ്ടല്ലോ, ഇവിടെ സാധനം നമ്മൾ കണ്ടുപിടിച്ചൊന്നുമില്ല. ഇവിടെ നല്ല കൊടമ്പുളി ഇട്ട് പുരട്ടിയ നല്ല സാധനമുണ്ട്. വേണം ഉസ്താദിന് 2 പാക്കറ്റ് വാങ്ങിച്ചു തരാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.